ലൈവിൽ പണിപ്പുരയിൽ കയറുന്നതിനുള്ള ഇന്നത്തെ ദിവസത്തെ അവസാന ടാസ്ക് ഇപ്പോൾ കഴിഞ്ഞു. ടാസ്കിൻ്റെ പേര് ഭൂമി കയ്യേറ്റം ടാസ്ക് എന്ന് വെച്ചാൽ വീട്ടിനുള്ളിലെയും എല്ലാ കുടുംബാംഗങ്ങളെയും 2 ടീമായിട്ട് തിരിച്ചു. എ എന്ന ടീമും ബി എന്ന ടീമും. ഒരു ടീം ഷാനവാസിൻ്റെ ജിസൈലിൻ്റെ നേതൃത്വത്തിലും മറ്റൊരു ടീം അക്ബറിൻ്റെ അനീഷിൻ്റെ നേതൃത്വത്തിലാണ്. എന്നിട്ട് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഒരു മൺപുറ്റ് ഉണ്ട്. ആ മൺപുറ്റിൽ യെല്ലോ കളറിലെയും റോസ് കളറിലെയും കൊടികൾ വെച്ചിട്ടുണ്ട്. ആ കൊടികൾ ആ മൺപുറ്റിൽ ഉറപ്പിക്കുക എന്നതാണ് ടാസ്ക്. ഏറ്റവും കൂടുതൽ കൊടികൾ 5 മിനിറ്റിനുള്ളിൽ ആരാണ് ഉറപ്പിക്കുന്നത് അവരാണ് വിജയിക്കുന്നത്. അങ്ങനെ ഭയങ്കരമായ അടി നടക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് എല്ലാവരും കളിക്കുന്നുണ്ട്. ഫിസിക്കൽ ടാസ്ക് ആണെന്ന് തന്നെ പറയാം. ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ശാരീരികമായിട്ട് ഉപദ്രവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബിഗ് ബോസ് വാണിംഗ് ചെയ്യുന്നുണ്ട്, കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് എടുക്കാൻ പറയുന്നത്. എന്നിട്ട് പോലും അവർ കേൾക്കാതെ വീണ്ടും അവർ അതിനിടയിലൂടെ കളിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണ് വാരി എറിയുകയും ശരീരത്തൊക്കെ നോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ടാസ്ക് 5 മിനിറ്റിനുള്ളിൽ കഴിഞ്ഞു. പിന്നീട് ബിഗ് ബോസ് വിജയികളെ പ്രഖ്യാപിക്കാനായിട്ട് അത് എണ്ണി നോക്കിയപ്പം ഷാനവാസിൻ്റെ ടീമിൽ 138 കൊടികളും അനീഷിൻ്റെ നേതൃത്വത്തിലുള്ള ബി ടീമിൽ 158 കൊടികളും ഉണ്ടായിരുന്നു. അങ്ങനെ അനീഷിൻ്റെ ടീമാണ് വിജയിച്ചത്. അങ്ങനെ പണിപ്പുര ടാസ്കിലേക്ക് മറ്റുള്ളവരോടൊപ്പം ഈ ടാസ്കിൽ വിജയിച്ച അനീഷും നിവിനും പണിപ്പുരയിലേക്ക് കയറാൻ തീരുമാനിച്ചു.